ഇത് കൊല്ലം ജില്ലയിലെ കാട്ടിൽ മേക്കതിൽ ക്ഷേത്ര പരിസരത്ത് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഒരു മനുഷ്യനാണ് കേട്ടോ. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്കും ചില കച്ചവടക്കാർക്കുമൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഇദ്ദേഹത്തെ കൊണ്ടുണ്ടായി. അങ്ങനെ ഏതായാലും ഇവിടുത്തെ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ ചവറ പോലീസിൽ വിവരമറിയിച്ചു. അങ്ങനെ ജീവകാരുണ്യ പ്രവർത്തകരെ പോലീസ് വിവരമറിയിച്ചതിനെ തുടർന്ന് ഗണേഷും ബാബുവും ശ്യാമും ഒക്കെ ഇവിടെ എത്തി. പിന്നീട് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ ഇദ്ദേഹത്തെ ഇവർക്ക് കൈമാറുകയായിരുന്നു കേട്ടോ. ഏതായാലും ഈ മനുഷ്യനെ പിന്നീട് ഇവിടെ നിന്നും നമ്മൾ കൊണ്ടുപോയത് കൊല്ലം ജില്ലയിൽ മൈനാഗപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന കാർമയിൽ സ്നേഹനിലയം എന്ന ഒരു സ്ഥാപനത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായ ഫാദർ മനോജ് കോശി വൈദ്യൻ ഇദ്ദേഹത്തെ സ്വീകരിച്ചു കേട്ടോ. ഒരുപാട് അന്തേവാസികളുള്ള ആ ഒരു സ്ഥലത്താണ് ഈ മനുഷ്യനെയും കൂടി ആ വലിയ മനുഷ്യൻ ഫാദർ മനോജ് സ്വീകരിച്ചത് കേട്ടോ. ഏതായാലും ഇനി ഇദ്ദേഹം ഇവിടെയാണ്. ഇദ്ദേഹത്തിൻ്റെ താടിയും മുടിയൊക്കെ മാറ്റി വൃത്തിയാക്കിയ ദൃശ്യമാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. തുടങ്ങിയ തുടക്കം മുതലേ ഇവിടെ 3-4 ദിവസമായിട്ട് ചുറ്റിത്തിരികയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഈ ചുറ്റിത്തിരിയുന്നതുകൊണ്ട് നമ്മൾ പോലീസിൽ ഇൻഫോം ചെയ്തു. പോലീസ് കാർമൽ ചാരിറ്റബിൾ ട്രസ്റ്റ് മൈനാഗപ്പള്ളി അവരെ വിവരം അറിയിച്ച് അതിന്റെ ഭാരവാഹികളായ ഗണേഷ് ബാബു ശ്യാമ് എന്നിവർ അദ്ദേഹത്തിനെ ഏറ്റെടുത്ത് കൊണ്ടുപോവുകയാണ്. നല്ലൊരു ദിവസം കൂടി അവസാനിക്കുമ്പോൾ സ്നേഹനിലയത്തിന് പുതിയ ഒരു അംഗവുമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഗണേശേട്ടനും ബാബുച്ചേട്ടനും കടന്നു വന്നിരിക്കുന്നു. നമ്മുടെ ശ്യാംരാജ് ഇപ്പൊ ഇവിടുത്തെ സ്വന്തം ആളാണ്. അപ്പോ പ്രിയപ്പെട്ടവരുമായി കടന്നു വരുമ്പോൾ അതിയായ ഒരു സന്തോഷം നമുക്ക് ഏവർക്കും ഉണ്ട്. ഇന്ന് മറ്റൊരു സന്തോഷം കൂടി ഉള്ളത് നമ്മുടെ ട്രസ്റ്റിന്റെ ലീഗൽ അഡ്വൈസറും ഇതിന്റെ നിയമ നടത്തിപ്പുകാരനുമായ സഞ്ജു കിരൺ സാറ്, അദ്ദേഹത്തിന്റെ സാന്നിധ്യവും കൂടി നമുക്ക് ഇന്ന് ലഭ്യമാകുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. ജീവകാരുണ്യ മേഖലയിലെ വലിയ പൊൻതൂവലുകളായ പ്രിയപ്പെട്ടവരോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ളവരെ ഒന്ന് ചേർത്ത് പിടിക്കുവാനും കരുതുവാനും ഞങ്ങൾക്ക് മനസ്സുകൊണ്ട് വളരെയേറെ താല്പര്യമാണ്. കാട്ടിൽ മേക്കതിൽ അമ്പലത്തിന്റെ ഭാഗത്തായിട്ട് 2 ആഴ്ചയായി അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഊരും പേരും അറിയാത്ത ഈ പ്രിയപ്പെട്ട സഹോദരനെ അവരെ ക്ഷേത്ര ഭരണസമിതി ചവറ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചതിന്റെ ഭാഗമായിട്ട് അവർ ജീവകാരുണ്യ മേഖലയിൽ ആദ്യം ഓർക്കുന്ന പേരാണ് ഗണേഷ്, ബാബു, മനോജ്. ഈ 3 പേരെയും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും അറിയുകയും ഓർക്കുകയും അവരെ ഉടനെ തന്നെ ബന്ധപ്പെടുകയും അതിൻ പ്രകാരം അവർ കൂട്ടിക്കൊണ്ട് സ്റ്റേഷൻ വഴി ഉള്ള ലെറ്ററുമായി ഇന്ന് വീണ്ടും കടന്നു വന്നു. സ്നേഹനിലയത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. നമുക്ക് 45 ദിവസത്തിനകം ഇവിടുന്ന് മാറിക്കൊടുക്കേണ്ടതായ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എങ്കിലും ഒരു പ്രിയപ്പെട്ട ആളുടെ ഇല്ലായ്മയിൽ അദ്ദേഹത്തെ ചേർത്ത് നിർത്തുവാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം. നമ്മളൊക്കെ അല്ലാതെ വേറെ ആരും ഇതിന് നേതൃത്വം കൊടുക്കുവാൻ ഇല്ലാത്തത് കൊണ്ടും നാളെ നമുക്ക് നല്ല ഒരു ഭാവിയും സ്ഥലവും വീടും ഒക്കെ തമ്പുരാൻ അതിന്റെ ക്രമീകരണങ്ങൾ ചെയ്തു തരുമെന്നുള്ള ഉറച്ച വിശ്വാസവും നമുക്കുണ്ട്. അതിന്റെ ക്രമീകരണങ്ങളിലേക്ക് കടന്നു പോകുന്നു. അപ്പോ പ്രിയപ്പെട്ട ഈ മനുഷ്യനെ ഇങ്ങനെ ഈ തരത്തിൽ സ്നേഹത്തോടെ എത്തിച്ച നിങ്ങൾക്ക് ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഞങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ശ്യാമിനും എല്ലാ ഭാവുകങ്ങളും അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു.